നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സിമ്പിൾ ഈവനിങ് സ്നാക്ക് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ അവൽ മിക്സ്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഏത് കളർ അവലെടുത്തിട്ടും ഇതുപോലെ മിക്സ്ചർ ഉണ്ടാക്കാം. ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഒരു ജ്യൂസ് ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കുറച്ച് കപ്പലണ്ടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവലൊന്ന് വറുത്ത് കോരിയെടുക്കാം. നന്നായി തിളച്ച എണ്ണയിലോട്ട് അവൽ ഇതേപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. എണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ അവലിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മീഡിയത്തിലോട്ട് ഫ്ലെയിം മാറ്റാം. പെട്ടെന്ന് തന്നെ നമുക്ക് അവൽ ഇതേപോലെ പൊങ്ങി വന്നോളും ഫ്രൈ ആയിട്ട്. എന്നിട്ട് നമുക്ക് അപ്പോൾ തന്നെ കോരി മാറ്റാം. കുറച്ചായിട്ടിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവൽ ഇതേപോലെ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്നുകിൽ ലോയിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. കശുവണ്ടിയും കപ്പലണ്ടിയും അതേപോലെ തന്നെ അവലും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയിരുന്നു. ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കുന്നതാണ് ബെറ്റർ. അങ്ങനെ അവൽ മൊത്തം ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കശുവണ്ടിയും കപ്പലണ്ടിയും ഒക്കെ ഒന്ന് ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം. കപ്പലണ്ടി ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കശുവണ്ടിയൊക്കെ ചെയ്തതുപോലെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടത്തില്ല. അതിന് കുറച്ച് ടൈം എടുക്കും. ഇതേപോലെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ ആ കളറൊക്കെ ചേഞ്ചായി തൊലിയൊക്കെ വിണ്ടുകീറി ഉള്ളിലുള്ള കപ്പലണ്ടി പുറത്ത് കാണുന്ന പരുവമായി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് കടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് പൊട്ടുന്ന ടൈപ്പായി മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിലിട്ടിട്ട് പൊടിച്ചതാണ്. മധുരം നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. താങ്ക്